ഓം ഗുങ്കുരുഭ്യോ നമ. ഓം നമോ ഭഗവതി വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 36 ശ്ലോകം 9-10. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 9. ഭൂയോ അമൃഷിത ഹേ ഹേയാത്മജഗണൈ സ്ഥാദേഹദേ രേണുകാം ആജ്ഞാനാം ഹൃദയം നിരീക്ഷ്യ ബഹുശോ ഘോരാം പ്രതിജ്ഞാം വഹൻ ധ്യാനാനീത രഥായുധസ്തുമകൃത വിപ്രദ്രുഹാക്ഷത്രിയാൻ ദിങ്ചക്രേഷു കുഠാരയൻ വിശികയൻ നിക്ഷത്രിയാം മേദിനീം. അന്വയം അർത്ഥം. ഭൂയക പിന്നീട് അമർഷിത ഹേഹേയാത്മജഗണൈ കാർത്യവീരൻ്റെ മരണത്താൽ കോപിച്ച പുത്രന്മാരുടെ സമൂഹത്താൽ താദേഹദേ പിതാവ് ജമദഗ്നി കൊല്ലപ്പെട്ടപ്പോൾ ബഹുശക പല പ്രാവശ്യം ഹൃദയത്തെ ആജ്ഞാനം അടിക്കുന്ന രേണുകാം അമ്മയായ രേണുകയെ നിരീക്ഷ്യ കണ്ടിട്ട് ഘോരാം ഭയങ്കരമായ പ്രതിജ്ഞ വഹൻ എടുത്തു ത്വം അങ്ങേ ധ്യാനാനീത രഥായുധ ധ്യാനത്താൽ വരുത്തപ്പെട്ട രഥം ആയുധം എന്നിവയോടുകൂടിയവനായി ദിക്ചക്രേഷു എല്ലാ ദിക്കുകളിലും വിപ്രദ്രുഹ ബ്രാഹ്മണരെ ഉപദ്രവിക്കുന്ന ക്ഷത്രിയരെ കുഠാരയൻ കുഠാര കൊണ്ട് ഹനിക്കുന്നവനും വിശികയൻ ബാണം കൊണ്ട് ഹനിക്കുന്നവനുമായി മേദിനീം ഭൂമിയെ നിക്ഷത്രിയാം ശത്രുയില്ലാത്തതാക്കി അകൃതാഹ തീർത്തു. ഹരിവു. സാരം. യുദ്ധത്തിൽ മരിക്കാതെ ശേഷിച്ച കാർത്യവീരപുത്രന്മാർ പിതാവിൻ്റെ മരണം കൊണ്ട് കോപിച്ചു. ജമദഗ്നിയുടെ ആശ്രമത്തിലെത്തി ജമദഗ്നിയെ വധിച്ചു. ദുഃഖിതയായി മാറത്തടിച്ച് കരയുന്ന മാതാവിനെ കണ്ട് കോപിച്ച പരശുരാമൻ സകല ക്ഷത്രിയരും കൊല്ലുമെന്ന് പ്രതിജ്ഞയെടുത്തു. ധ്യാനം കൊണ്ട് വരുത്തിയ തേരും ആയുധങ്ങളും ഉപയോഗിച്ച് പരശുരാമൻ ലോകത്തിലുള്ള ക്ഷത്രിയരെ മുഴുവൻ കുഠാരം കൊണ്ട് വെട്ടിയും അമ്പുകളെയ്തും കൊന്നിട്ട് ഭൂമിയെ ക്ഷത്രിയരില്ലാത്തതാക്കി തീർത്തു. ഹരിവു. ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 10. താതോ ജീവനകൃന്നപാലകുലം ത്രിസപ്തകൃത്തോജയൻ സന്ദർപ്യാത സമന്ത പഞ്ചകമഹാരക്തഹൃദൗകേ പിതॄൻ യജ്ഞേഷ്മാമവി കാശ്യപാദിഷു ദിശൻ സ്വാല്വേഷ യുധ്യൻ പുനഃ കൃഷ്ണോ മമും നിഹനിഷ്യരീതി ശമിതോ യുദ്ധാൻ കുമാരൈർഭവാൻ. അന്വയം അർത്ഥം. അഥ അനന്തരം താതോ ജീവനകൃത് പിതാവിന് ജീവൻ കൊടുത്തവനും നിർബാലകകുലം രാജസമൂഹത്തെ ത്രിസപ്തകൃത്വ 21 തവണ ജയിച്ചവനും സമന്ത പഞ്ചക മഹാരക്തഹൃദൗകേ സമന്ത പഞ്ചകത്തിലെ വലിയ രക്തതടാകങ്ങളിലെ രക്തത്തിൽ പിതൃൻ സന്ദർപ്യ പിതൃക്കൾക്ക് തർപ്പണം ചെയ്തിട്ട് യജ്ഞേ യാഗത്തിൽ സ്മാം അഭി ഭൂമിയെയും കാശ്യപാദിഷു കശ്യപൻ തുടങ്ങിയ മഹർഷിമാരാൽ ദിശൻ സമർപ്പിച്ചവനുമായ ഭവാൻ അങ്ങ് പിന്നീട് സ്വാല്വേന സാലനോട് യുദ്ധം ചെയ്തിട്ട് കൃഷ്ണൻ അമും ഇവനെ നിഷേധീതി കൊല്ലും പറഞ്ഞ് കുമാരൈ സനകാദികളെ കൊണ്ട് യുദ്ധത്തിൽ നിന്ന് അവനെ സമിതക പിന്തിരിപ്പിക്കുകയും ചെയ്തു. ഹരിവു. സാരം.
അനന്തരം പിതാവിനെ ജീവിപ്പിച്ചതിന് ശേഷം പരശുരാമൻ 21 പ്രാവശ്യം ക്ഷത്രിയരെ കൊന്നൊടുക്കി. കൊല്ലപ്പെട്ട ക്ഷത്രിയന്മാരുടെ രക്തം കൊണ്ടുണ്ടായ സമന്തകപഞ്ചകം എന്ന തടാകങ്ങളിൽ തന്നെ പിതൃതർപ്പണം നടത്തി. ഭൂമി മുഴുവൻ കശ്യപാദികൾക്ക് ദാനം ചെയ്തു. അഹങ്കാരിയും ജനദ്രോഹിയുമായ ശാല്യനോട് യുദ്ധം ചെയ്ത് എങ്കിലും ശ്രീകൃഷ്ണൻ അയാളെ കൊല്ലുമെന്ന് അറിയാമായിരുന്നതുകൊണ്ട് സനകാദികൾ മുഖേന അയാളെ യുദ്ധത്തിൽ നിന്നും പിന്തിരിപ്പിച്ചു. ഹരി ഓം.